നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. 31 വർഷത്തെ ആയുർവേദ പാരമ്പര്യവും ആധുനിക പരിശോധനാ സങ്കേതങ്ങളും ഒത്തുചേർന്ന ആദ്യ നേത്ര ചികിത്സാലയം. പലവിധ കാഴ്ച ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം. സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ, തിരുവല്ല. ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഫ്രീയായി രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് തന്നെ വിളിക്കൂ. തിരുവല്ല തോട്ടഭാഗം സ്വദേശിയായ അക്ഷയ് എന്ന യുവകലാകാരന് ഭിന്നശേഷി എന്നത് ഒരു പ്രവർത്തനങ്ങൾക്കും കുറവല്ല. കുറവുകളോട് പോരാടി അക്ഷയ് മറ്റുള്ളവർക്കൊരു വഴികാട്ടി കൂടിയാവുകയാണ്. കലാസാങ്കേതിക മേഖലയിൽ വിദഗ്ധനാണ് അക്ഷയ് തോട്ടഭാഗം എന്നറിയപ്പെടുന്ന ഈ കലാകാരൻ. പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ പുതിയ ക്യാമറയും അക്ഷയ് വാങ്ങിയിരിക്കുകയാണ്. അനവധി ഉന്നത വ്യക്തിത്വങ്ങളുടെ പ്രശംസ ഇതിനകം നേടിയ ഈ യുവകലാകാരൻ ഒരു കമ്പ്യൂട്ടർ ഡിസൈനർ കൂടിയാണ്. നിരവധി അവസരങ്ങളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയ മിഴിവാർന്ന ചിത്രങ്ങൾ അക്ഷയ് പകർത്തിയവയിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ട വേദിയിലും അക്ഷയ് വേറിട്ടൊരു മുഖമാണ്. അങ്ങനെ അനവധി പോർമുഖങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര ഈ ചെറുപ്രായത്തിൽ തന്നെ പതിപ്പിച്ച അക്ഷയ് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ FB പേജിലും താൻ പകർത്തിയ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചതോടെ ശ്രദ്ധ നേടി. സ്വകാര്യ ബസ്സുകളിലെ ഭിന്നശേഷിക്കാർക്കുള്ള കൺസെഷൻ വിഷയം സ്വയം അനുഭവിച്ചതേറെ മാധ്യമ ശ്രദ്ധ നേടുകയും ആരോഗ്യമന്ത്രി വരെ ഇടപെട്ട പ്രശ്നപരിഹാരത്തിന് ഉത്തരവിറക്കിയും അവകാശങ്ങൾക്കുള്ള തന്റെ പോരാട്ടത്തിന്റെ അംഗീകാരമായി ഈ ചെറുപ്പക്കാരൻ കാണുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടറും അക്ഷയ് അഭിനന്ദിച്ച് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അക്ഷയെ ഞാൻ പരിചയപ്പെടുന്നത് ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അന്ന് അദ്ദേഹം എടുത്തിരുന്ന എല്ലാ ഫോട്ടോസും കണ്ടത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് അദ്ദേഹം എടുത്തത്. അതിനുശേഷം പിന്നീട് പല ഒക്കേഷനിലും അദ്ദേഹം എടുത്ത ഫോട്ടോസ് എന്റെ ശ്രദ്ധയിൽപ്പെടുകയും പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും പല വിപുലമായി തന്നെ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫിയിലേക്ക് അറിഞ്ഞു. വളരെ സന്തോഷം. അക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.